ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പ് തുറക്കാനായാലും അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. ഇത് കുടിച്ചാൽ വിശപ്പും ദാഹവും ഒക്കെ പെട്ടെന്ന് മാറും. അപ്പോൾ നോമ്പ് തുറക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പഴമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ പഴമാണ്. അതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറിയ പഴമാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 6 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഏത് ക്രീം ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ചോക്ലേറ്റ് ഫ്ലേവറോ അല്ലെങ്കിൽ വാനില ഫ്ലേവറോ ആണെങ്കിൽ മിൽക്ക് ഷേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഓറിയോ തന്നെ വേണമെന്നില്ല, ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് രണ്ടായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ക്രീമുള്ള ഭാഗം ഒരു സൈഡിലോട്ട് വയ്ക്കാം, ക്രീം ഇല്ലാത്ത ഭാഗം മാറ്റി വയ്ക്കാം. 6 ബിസ്ക്കറ്റും ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് 2 പേർക്കുള്ള മിൽക്ക് ഷേക്കാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ക്രീം ബിസ്ക്കറ്റൊക്കെ വാങ്ങും. ചില ബിസ്ക്കറ്റ് കുട്ടികൾ കഴിക്കുകയില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി കൊടുത്താൽ മതി, കുട്ടികൾ കുടിച്ചോളും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഷാർജ ഷേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ മിൽക്ക് ഷേക്കിന്. ഇനി ഈ ക്രീം ഇല്ലാത്ത ഭാഗം നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. ഇതുപോലത്തെ ഗ്ലാസ്സാണ്, 240 ml ഗ്ലാസ്. ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ക്രീം ഉള്ള ഭാഗം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ ജാറിലിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ വലിയ ജാറിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 3-4 ക്രീം ബിസ്ക്കറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച പാർട്ടല്ല, മൊത്തത്തിലുള്ള ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ മിൽക്ക് ഷേക്കിലോട്ട് ഏലക്കപ്പൊടിയോ വാനില എസൻസോ ഒന്നും ചേർക്കണില്ല. ഈ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവർ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ പഴം അരയ്ക്കുമ്പോൾ കൂടി നമ്മൾ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവർ നമ്മുടെ മിൽക്ക് ഷേക്കിനും കിട്ടും. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന പാല് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തം 1.5 ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. എല്ലാം കൂടെ അരഞ്ഞു വരുമ്പോൾ 2 ഗ്ലാസ് മിൽക്ക് ഷേക്ക് വരും. അപ്പോൾ ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ക്രീമുള്ള ബിസ്ക്കറ്റ് പാലും കൂടെ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക. അതൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പഴവും പാലും ബിസ്ക്കറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അതായത് ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുത്തില്ലേ, അത് ഇട്ട് കൊടുക്കാം. 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വയ്ക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. വീട്ടിൽ വാനില എസൻസോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.